ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധിക വരുണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുൺ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ മതിയാകൂ. ദേ ഗോവിന്ദ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൻ ആ രഞ്ജുവിനെ ഇവിടെ നിർത്താനുള്ള പരിപാടിയാ. അതേപോലെ തന്നെ വിജയലക്ഷ്മി എങ്ങാനും രഞ്ജുവിൻ്റെ പിന്നാലെ വന്ന തീർന്നു. അതോടുകൂടെ എല്ലാം. അമ്മ എന്നെ ഒന്നിനും വിളിക്കേണ്ട. അമ്മയുടെ ധൈര്യമൊക്കെ എവിടെ പോയി? ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. അമ്മയുടെ ധൈര്യമൊക്കെ എവിടെ പോയി? രാധിക അമ്മയ്ക്ക് ഇത്രയും ധൈര്യമൊന്നും ആയിരുന്നില്ലല്ലോ, ഇതിനേക്കാളും ഡബിൾ മടങ്ങ് ധൈര്യം. അങ്ങനെ വിജയലക്ഷ്മിയോ രഞ്ജുവോ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ വലിച്ചിറക്കാനുള്ള അധികാരവും അവകാശവും അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് അമ്മ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ കാര്യം അമ്മ നോക്കുക. നീ ഇപ്പോൾ വരുമോ വരൂല്ലേ അതെനിക്ക് അറിഞ്ഞാൽ മതി. സോറി അമ്മ, എനിക്ക് വരാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഫോൺ കട്ട് ചെയ്തു. ഹലോ വരുൺ. പക്ഷേ വരുൺ അവിടെ ഫോൺ കട്ട് ചെയ്ത് പോയതുകൊണ്ട് രാധിക ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ഞാൻ അവനെ വെറുതെ വിടില്ല. ഉറപ്പായിട്ടും രഞ്ജുവോ വിജയലക്ഷ്മിയോ ഇങ്ങോട്ട് കയറി വന്നാൽ അവർക്ക് പിന്നെ ഒരിക്കലും സമാധാനം കൊടുക്കില്ല ഞാൻ. രാധിക ഈ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യം പിടിച്ചിങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ്. ഗീതുവും രേഖയും കൂടെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഗീതു, എന്തായാലും ഗോവിന്ദേട്ടൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എന്നാലും നല്ല ടെൻഷനുണ്ട് രേഖേച്ചി. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണേട്ടൻ പോയിരിക്കുന്ന അമ്പലത്തിലേക്കാണെങ്കിലും ആ ഒരു കാര്യം നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരെ, എന്തിനാ എല്ലാവരോടും കൂടെ പറയുന്നേ? അത് പിന്നെ ഈ വീട്ടിൽ ഗോവിന്ദേട്ടന് ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും. നീയും ഗോവിന്ദേട്ടനുമായിട്ട് സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ്, അതെല്ലാവരും അറിയണമെന്ന്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പോയിരിക്കുന്നത്. അതെ, നീ ഒരു കാര്യം ചെയ്, എവിടെയെങ്കിലും ട്രിപ്പ് പോകാനുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചോ. അതൊക്കെ പോകണം. ഇവിടെ എവിടെയെങ്കിലും അടുത്തുള്ളൊരു സ്ഥലത്ത് പോയി, നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് പോയി നല്ല പുതപ്പൊക്കെ പൊതിച്ച് മൂടി കിടന്ന് ഉറങ്ങണം. അത് കേട്ടതും അയ്യേ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥലത്ത് പോകാനാ. ഈ സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്ക് രേഖ, അയ്യേ എടി, ഞാൻ നിന്നോട് സ്വപ്നം കാണാനല്ല പറഞ്ഞത്, എവിടെയെങ്കിലും പോകാനുള്ളൊരു കാര്യം തീരുമാനിച്ചു വയ്ക്കാനാ. ശരി, അതൊക്കെ ഞാൻ തീരുമാനിക്കാം. എന്നാലും കണ്ണേട്ടൻ അത് അപ്പം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്രയും നേരം ആയാലും രേഖച്ചി, അമ്പലത്തിൽ പോയിട്ട് എന്താ വരാത്തത്? വരൂന്നേ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എൻ്റെ ഗീതു. അങ്ങനെ ഗോവിന്ദേട്ടൻ വന്നു കഴിയുമ്പോൾ നിന്നോട് പറയാൻ പോകുന്ന കാര്യം ഓർത്ത് നിനക്ക് ഒരുപാട് സന്തോഷം കാണും. ആ സന്തോഷം ഗോവിന്ദേട്ടൻ നോക്കി സന്തോഷിക്കാൻ വേണ്ടിയായിരിക്കും ഇത്രയും ലേറ്റാക്കുന്നത്. എന്നാലും രേഖേച്ചി സമ്മതിക്കണം, എനിക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യം ഒരു കഥയിലൂടെ രേഖേച്ചി കണ്ണേട്ടനോട് പറഞ്ഞപ്പോൾ ഞാൻ പോലും കരുതിയില്ല കണ്ണേട്ടൻ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറുമെന്ന്. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഗീതു പറയുന്നത് കേട്ടത്. നിൻ്റെ സന്തോഷമല്ലേ മോളെ എനിക്ക് വലുത്. ഈ ചേച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഗീതു മോള് ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്, ഗോവിന്ദേട്ടൻ അതിന് അനുവദിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിന്നാൽ കഴിയുന്നത് നീയും ഗോവിന്ദേട്ടനെ കയ്യിലെടുക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. എടുക്കും ചേച്ചി, ഉറപ്പായിട്ടും ഞാൻ ഗോവിന്ദേട്ടനെ കയ്യിലെടുക്കും. എൻ്റെ രേഖേച്ചയാണേ സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക. എന്നാലേ ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, നീ ഇവിടെ നിന്ന് സ്വപ്നം കണ്ടോട്ടോ എന്നും പറഞ്ഞ് രേഖ താഴേക്ക് ഇറങ്ങുക. അല്ല രേഖേച്ചി എവിടെയാണ് ട്രിപ്പ് പോയത്? അടുക്കളയിൽ നിന്ന് നേരെ ബെഡ്റൂമിലേക്ക്. അതല്ലാതെ വേറെ ഞാൻ എവിടെ പോകാനാ മോളെ? എന്നെ കൊണ്ടുപോകാനൊന്നും ആരുമില്ലല്ലോ. ഈ ചേച്ചി കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ എന്താ ഇവിടെ നടക്കുന്നതെന്ന് മോക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് രേഖ അങ്ങ് പോവുക. രേഖ പോയി കഴിഞ്ഞതും ആകെ സങ്കടപ്പെട്ട് ഗീതു. ഇതേ സമയം ഗീതു എന്നിട്ട് നേരെ മുകളിലേക്ക് പോവുക. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ഗോവിന്ദനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ രഞ്ജു വിളിക്കുകയാണ്. ഹലോ രഞ്ജു, എന്താ ഗീതു, നിനക്ക് എന്താ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പോലും നേരമില്ലേ? അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അല്ല, ഞാനേ നിന്നെയും കാത്തിരിക്കുക. ഞാനും എൻ്റെ അമ്മയും നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുക. നീ എന്താ ഇങ്ങോട്ട് വരാത്തെ? അതൊക്കെ വരാന്നേ. പിന്നെ നിന്റെ അമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നീ ധ്യാനല്ലേടി കാത്തിരിക്കുന്നേ? അയ്യോ അല്ല, ഒരിക്കലും അല്ല, ഞാൻ നിന്നെ തന്നെ കാത്തിരിക്കുന്നേ. അപ്പോൾ ധ്യാനം എവിടെ? ധ്യാനം ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുക ഗീതു. ആണോ? അല്ല, ധ്യാനിന് AGM ഏതെങ്കിലും ജോലി കൊടുക്കാന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വേറെ ജോലി അന്വേഷിച്ച് പോകുന്നേ? അതെ, ധ്യാൻ ഇത്തിരി അഭിമാനമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഇതിൽ ജോലി ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കാണും. അതുകൊണ്ടായിരിക്കും. അത് ശരിയാ. എന്തായാലും ധ്യാനും ഞാനൊക്കെ ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്ന പറവകളാ. ഇപ്പം അളിയനും നാത്തൂനും ഒന്നായി, ഞാനും എൻ്റെ ഗോവിന്ദേട്ടനും ഔട്ടായി അല്ലേ? അത് കേട്ടതും അങ്ങനെയൊന്നും ഇല്ലടി പെണ്ണേ എന്നൊക്കെ പറയാം. ഗീതു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ രഞ്ജു? അപ്പോഴേക്കും വിജയലക്ഷ്മി ഒരു എന്താ മോളെ ധ്യാനാണോ?
ധ്യാനിന് അപ്പോയിൻമെന്റ് കിട്ടിയോ? അത് കേട്ടതും അല്ലമ്മേ, ഇത് ധ്യാനല്ല, ഗീതുവാ. ആ ഗീതുവോ? എന്താ എന്താ രഞ്ജുവിനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞോ? എന്താ മോളെ അത്? അത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്. അതെ അമ്മേ, ഞാൻ ഗീതുവിനെയും ഗോവിന്ദേട്ടനെ എങ്ങനെ ഒന്നിപ്പിക്കണമെന്നുള്ള ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടി വിളിച്ചതാ. അതോ? ഇപ്പൊ നിന്റെ ഗുരു ഇവളാണല്ലേ, ഞാനല്ല അല്ലേ എന്നൊക്കെ വിജയലക്ഷ്മി. അപ്പോൾ ഒരു ഗീതു ആലോചിക്കുക, രഞ്ജു എന്തോ പറയാൻ വന്നു, പക്ഷെ അത് രഞ്ജു മായിച്ച് അത് അവിടെ നിന്ന് വിഷയം മാറ്റുവാണല്ലോ. എന്തോ ഉണ്ട്, അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. എന്തായാലും രഞ്ജു എനിക്ക് ക്ലാസ് എടുക്കുന്നത് നല്ലതാ, പക്ഷെ രഞ്ജുവിനേക്കാളും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അമ്മയ്ക്ക്. അപ്പൊ അമ്മ പറഞ്ഞു തന്നെ, അതെ ഇന്നിവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. എന്താ മോളെ അത്? അത് എനിക്ക് ഗോവിന്ദേട്ടനോടുള്ള ഇഷ്ടം ഒരു കഥയായി രേഖയച്ച് ഗോവിന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ അമ്പലത്തിലേക്ക് പോയിരിക്കുക. എന്നിട്ട് അമ്പലത്തിൽ നിന്നും വന്നാൽ ഉടനെ ഇവിടെ വന്ന് എല്ലാവരെയും മുന്നിൽ നിർത്തി ഒരു കാര്യം പറയണമെന്നും പറഞ്ഞു. ചിലപ്പോ എന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാനായിരിക്കും. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതെ, ഗോവിന്ദന്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ പറ്റുമല്ലോ, അതുപോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും വിജയലക്ഷ്മി പറയാ. പക്ഷെ അമ്മേ, ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് പറയണം, ഞാൻ അങ്ങോട്ട് പറയില്ല. ഒന്ന് പോടി പെണ്ണെ, നീ ഇങ്ങനെ ഈഗോയും കാണിച്ചോണ്ട് നിന്നോ? പിന്നെ അവന്റെ സ്വഭാവം അറിയാലോ. എനിക്കറിയാം. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു കണ്ണേട്ടൻ അറിയണ്ട. എന്തായാലും കണ്ണേട്ടൻ ഇങ്ങോട്ട് പറയട്ടെ, എന്നാലേ ഞാനത് കേൾക്കൂ. അല്ല നീ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? വരാം. കണ്ണേട്ടനെ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയട്ടെ. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അങ്ങോട്ട് വരും. എന്നിട്ട് അമ്മയോടും എൻ്റെ നാത്തൂനോടും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുകയും ചെയ്യും എന്നൊക്കെ പറയാ. അതെ ഗോവിന്ദ് വരുമ്പോ നീ രേഖ പറഞ്ഞതുപോലെ നിന്റെ മനസ്സിലുള്ളതായിരുന്നു ആ പ്രണയമെന്ന് ഒന്ന് തുറന്ന് പറഞ്ഞു നോക്കിയേ. നിന്നെ അവൻ ഉള്ളം കൈ കൊണ്ട് നടക്കും. ഒന്ന് പോമേ, അതൊക്കെ വെറുതെയാ. പിന്നെ അങ്ങനെയല്ല ഗോവിന്ദേട്ടൻ പറയുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് വരും. എനിക്കും അവിടെ ഒരു സ്ഥലം ഉണ്ടാവോ കിടന്നുറങ്ങാൻ? ഒന്ന് പൊടി പെണ്ണേ, അങ്ങനെയൊന്നും നിന്നെ ഗോവിന്ദ് വിടില്ല, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി. അപ്പോഴേക്കും ഗോവിന്ദന്റെ കാറ് വരിക. കാറ് വന്നതും അമ്മേ കണ്ണേട്ടൻ വന്നിട്ടുണ്ട്, എന്നാ ശരി എത്രയും പെട്ടെന്ന് നീ നിന്റെ മനസ്സിലെ ഇഷ്ടം പോയി പറഞ്ഞേരെ എന്നും പറയണം. അത് കേട്ടത് എന്നാ ശരിയമ്മ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ വിജയലക്ഷ്മി അവളുടെ ഒരു ഈഗോ കണ്ടോ രഞ്ജു? അവൾ പറഞ്ഞത് കേട്ടോ, ഗോവിന്ദനോട് പറയില്ല എന്ന്. ഗോവിന്ദന്റെ സ്വഭാവം അവൾക്കറിയില്ല. അവളെങ്ങാനും പറഞ്ഞില്ലെങ്കിലേ രണ്ടുപേർക്കും ഈഗോ കൂടി അവസാനം തമ്മിൽ തല്ലായി രണ്ടും കൂടെ പിരിയേണ്ടി വരും. അങ്ങനെ പിരിഞ്ഞാൽ പ്രശ്നം പലതാവും. അവൾക്ക് ഗോവിന്ദന്റെ സ്വഭാവം അറിഞ്ഞിട്ട് തന്നെ അവളിങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യന് സങ്കടം തോന്നുക. സാരമില്ലമ്മേ, ഏട്ടൻ ഗീതുവിനെ മനസ്സിലാക്കും, അമ്മ നോക്കിക്കോ. എന്നാലും മോളെ, എത്ര നാളായി അവൾ അവന്റെ പിന്നാലെ നടക്കുന്നു, എന്നിട്ട് അവൻ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? അത് ശരിയാണ്, എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണ്ട നിൽക്കാൻ. അതുകൊണ്ട് അവര് തമ്മിൽ ഒന്നിക്കട്ടെ. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല മോളെ, ധ്യാന്റെ കാര്യം എന്തായി? ധ്യാൻ ഇതുവരെ വിളിച്ചില്ലമ്മേ. വിളിച്ചില്ലേ? നീ ഒന്ന് വിളിച്ചു നോക്ക്. അതൊക്കെ വിളിച്ചു നോക്കാം. എന്തായാലും ഗീതു അവിടെ സംസാരിച്ച് ഗോവിന്ദനെല്ലാം മനസ്സിലാക്കി. ഗീതുവിനെ അങ്ങ് സ്നേഹിച്ചാൽ മതിയായിരുന്നു. പാവം ഗീതു ഗോവിന്ദന്റെ ഒരു സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുക. എന്നിട്ടും അത് മനസ്സിലാക്കാതെ ഇവൻ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. അപ്പൊ രഞ്ജു, ഈശ്വര, ഞാനൊരു കാര്യം പറയാൻ പോവുകയായിരുന്നു. ആ സമയത്താ അമ്മ വന്നത്. ഇനി അമ്മ എന്തെങ്കിലും അറിയോ? ഒന്നും ഇരുന്നാൽ മതിയായിരുന്നു. രഞ്ജു, ഗീതുവാ എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എൻ്റെ ധ്യാനെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചത് എൻ്റെ ഗീതുവാ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഗീതു അറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ രഹസ്യം ഗീതു അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് ഗീതു താഴേക്ക് നോക്കുമ്പോൾ അയ്യപ്പൻ നായരും ഗോവിന്ദനും കൂടെ കാര്യമായിട്ട് എന്തോ സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ഗീതു പതുക്കെ സ്റ്റെപ്പുകളിലൂടെ താഴേക്ക് ഇറങ്ങി ചെന്നു. എന്നിട്ട് അവിടെ ഇരുന്ന പത്രം എടുത്ത് നോക്കുക. അമ്മേ, ഇതിന്റെ ബാക്കി പേപ്പറൊക്കെ എവിടെ? അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വായിച്ചിട്ട് ഓരോ പീസാക്കി മാറ്റിയിട്ടിരിക്കുന്നേ. എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അമ്മയാണോ ഇത് ചെയ്തത്? ഞാനല്ല എന്നും രാധിക. അപ്പോഴേക്കും ഗീതു, ആരാണെങ്കിലും എനിക്കെന്താ, എനിക്കിപ്പോൾ ഗോവിന്ദേട്ടനെ കാണിക്കാൻ പേപ്പർ വായിക്കുന്ന പോലെ അഭിനയിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പേപ്പർ എടുത്ത് ഇടങ്ങണിട്ട് ഗോവിന്ദ് വരുന്നത് നോക്കി നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് അവിടെ വരിക. ഗോവിന്ദ് വന്നതും, ഈ സ്വർണത്തിനൊക്കെ എന്താ ഒരു വില! ഈ സ്വർണമൊക്കെ ഇങ്ങനെ വില കൂടി പോയാ ആരും ഇനി സ്വർണം മേടിക്കാൻ തോന്നുന്നില്ല. അതൊക്കെ കുഞ്ഞ് രാവിലെ വായിക്കാഞ്ഞോണ്ടാ. ഉച്ചയ്ക്ക് വായിച്ചാൽ ചിലപ്പോൾ സ്വർണത്തിന്റെ വില കൂടും, രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ കുറയും.
അത് കേട്ടതും ആഹാ ഗോവിന്ദേട്ടനോ അയ്യപ്പേട്ടനോ നിങ്ങളെപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കാലം കുറയായി ഗീതു എന്നും ഗോവിന്ദ്. അത് കേട്ടതും ഗീതു ചമ്മി. അപ്പൊ അയ്യപ്പൻ നായർ അയ്യേ ഗീതു കുഞ്ഞിന്റെ ചമ്മിയ മുഖം കണ്ടോ? നല്ല രസമുണ്ടല്ലോ കുഞ്ഞെ കാണാൻ. അതെ അതെ എന്നൊക്കെ പറയുക. അപ്പോ ഗീതു കാഞ്ചന മാമ ഗോവിന്ദ് മാമാക്ക് എന്നെ சொல்றதுக்கு இருந்துச்சாமா എന്നത് മാമൻ അത് ചൊല്ലാൻ വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരിക്കുക. അത് കേട്ടത് കാഞ്ചനെ വാ നമുക്ക് പോയി പുറത്തു നിന്ന് സംസാരിക്കാം. അത് പറ്റില്ല അയ്യപ്പേട്ട. അയ്യപ്പണ്ണം പറയുന്നതല്ല, എനിക്ക് ഗോവിന്ദ് മാമ പറയുന്നതാണ് കേൾക്കേണ്ടത്. ഗോവിന്ദ് മാമ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതുവരെ മീൻകാര വന്നപ്പോ പോലും പുറത്തു പോയിട്ടില്ല. അത് കേട്ടതും എന്നാ പിന്നെ വാ നമുക്ക് മീൻ മേടിച്ചുകൊണ്ട് വരാം. അത് വേണ്ട, ഗോവിന്ദ് മാമ എന്താ പറയുന്നതെന്ന് അറിയണ്ടേ? എടി പൊട്ടിക്കാളി, ഗോവിന്ദിന് പറയാനുള്ളത് അവരുടെ കുടുംബക്കാരോടാ. നിനക്കെന്താ ഇവിടെ കാര്യം? വരാനല്ലേ പറഞ്ഞത്? ആണോ? അപ്പടിയാ, എന്നാ ഞാൻ വരാം എന്നും പറഞ്ഞ കാഞ്ചന അയ്യപ്പന്റെ കൂടെ അങ്ങ് പോവുക. അപ്പോൾ അയ്യപ്പൻ നായർ പോയി കഴിഞ്ഞ് ഗോവിന്ദ് പറയാൻ തുടങ്ങി, എനിക്ക് ചില കാര്യങ്ങളൊക്കെ എല്ലാവരോടും ബോധ്യപ്പെടുത്താനും പറയാനും ഉണ്ട്. അത് കേട്ടതും രേഖ ഒന്ന് പെട്ടെന്ന് പറ ഗോവിന്ദേട്ടാ. പാവം ഗീതു ഒരുപാട് ത്രില്ലില്ല. എന്താ കണ്ണേട്ടാ പറയാനുള്ള? അതൊക്കെ പറയാം, അതിന് എല്ലാവരെയും സാക്ഷി നിർത്തി വേണം അത് പറയാനെന്ന് എനിക്ക് തോന്നി. ഈശ്വര, പറയണം കണ്ണേട്ടാ, അതെന്താണെങ്കിലും പറയണം, മനസ്സിലിട്ടുകൊണ്ടിരിക്കാൻ പാടില്ല. അതെ, ഒരാൾക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും തുറന്നു പറയണം. പിന്നെ രേഖ എന്നോട് ഇന്ന് രാവിലെ ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ ഒരു നായകനും നായികയും ഉണ്ടായിരുന്നു. ആ നായികയുടെ മനസ്സിലെ വിഷമം മുഴുവനും രേഖ എന്നോട് തുറന്നു പറഞ്ഞു. അപ്പൊ നായകന്റെ മനസ്സിലുള്ള കാര്യങ്ങളും തുറന്നു പറയണമല്ലോ. പറയണം കണ്ണേട്ടാ, പറയണം. എന്താണെങ്കിലും അത് തുറന്നു പറയണം, മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. നമ്മൾ പലതും മനസ്സിൽ അടക്കി പിടിക്കുമ്പോഴാണ് നമ്മുടെ കാര്യത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അത് കേട്ടതും രേഖ ഇവളെന്താ അലമ്പാക്കുമെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ ഗീതു ഇത്തിരി കൂടിപ്പോയോ എന്നും ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് ഇന്ന് രേഖയുടെ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. രേഖ പറഞ്ഞത് ഓരോ കാര്യങ്ങളും രേഖയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന് തോന്നി എന്നും പറയണത് കേട്ടതും രേഖയും നമ്മുടെ ഗീതുവും ഞെട്ടി. ഇത്രയും നേരം ഗോവിന്ദേട്ടനോട് ഞാൻ പറഞ്ഞ കഥകൾ മുഴുവനും എൻ്റെ കാര്യങ്ങളായിട്ടാണ് പറഞ്ഞതെന്നാണോ ഗോവിന്ദേട്ടൻ വിചാരിച്ചത്? ഈശ്വര, എന്നാ പണിയാവും എന്നും പറഞ്ഞ് രേഖ ഇങ്ങനെ ആലോചിക്കുക. ഇന്ന് രേഖ പറഞ്ഞ നായകന്റെ കാര്യവും നായികയുടെ കാര്യവും ഒക്കെ ഞാനൊന്ന് ചിന്തിച്ചു. എന്തായാലും രേഖയുടെ മനസ്സിൽ ആ നായകനോട് ഇത്രയും സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. രേഖ നല്ലൊരു ഭാര്യ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം മനസ്സിലാക്കി ഒരു കാര്യം ചെയ്തു. അതേ, ഇങ്ങോട്ട് കയറി പോരെ. അത് കേട്ടതും എല്ലാവരും അതിശയത്തോടെ വെളിയിലേക്ക് നോക്കുക. അപ്പോൾ വരുൺ വരികയാണ്. വരുണിനെ കണ്ടതും രേഖയും ഗീതുവും ഞെട്ടി. ഈശ്വര, ഇത്രയും നേരം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നത് ഈ വൃത്തികെട്ടവനെ കാണാനായിരുന്നോ എന്നും ഗീതു. അപ്പോഴേക്ക് രേഖയും ആകെ പേടിച്ച് പറിച്ച് നിൽക്കുക. ഈശ്വര, ഇവനെ എന്തിനാ ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്നാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രേഖ, നീ ആ കഥയിലെ നായികയും വരുൺ ആ കഥയിലെ നായകനുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവൻ നിന്നോട് സ്നേഹം കാണിക്കുന്നില്ലെങ്കിലും നിനക്ക് അവനോടുള്ള സ്നേഹം എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി രേഖ. അതുകൊണ്ടാ എന്ത് വില കൊടുത്തു വരുണിനെ തേടിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത്. എന്തായാലും ഇനി വരുൺ ഇവിടെ നിന്ന് ഞാൻ ഇറക്കി വിടില്ല. വരുണിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് വരുണിനോട് പറയുക. അത് കേട്ടത് വരുൺ രേഖയുടെ അടുത്തേക്ക് ചെന്നു. സോറി, വളരെ സോറി, ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറയാ. അത് കേട്ടതും രേഖ ഇയാളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്താ രേഖ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ക്ഷമ ചോദിച്ചിട്ടും നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ല അല്ലേ? സോറി രേഖ, സോറി, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ആത്മാർത്ഥമായിട്ടാ എന്നൊക്കെ പറയണത്. കേട്ടതും ഗോവിന്ദേട്ടാ താങ്ക്സ് ഗോവിന്ദേട്ടനാ എന്റെ കണ്ണ് തുറപ്പിച്ചത്, രേഖയ്ക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കി തന്നത്. ശരിയടാ, ഇനിയെങ്കിലും രേഖയുടെ മനസ്സ് വിഷമിപ്പിക്കാതെ നല്ല സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടല്ലോ. ഉറപ്പായിട്ടും ഗോവിന്ദേട്ടാ, ഇതെന്റെ ഹൃദയത്തിൽ തൊട്ടാ ഞാൻ പറയുന്നേ. രേഖ ഇനി എന്നും എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയായിരിക്കും എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ രാധികയ്ക്ക് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. രാധിക വിചാരിച്ചത് രഞ്ജുവിനെയും വിജയലക്ഷ്മിയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്ന എന്നാ സ്വന്തം മോനെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞപ്പോൾ രാധികയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഈ സമയം ഗീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രതീക്ഷിച്ചതെല്ലാം വെറുതെയായി. ഈശ്വര, അപ്പൊ കണ്ണേട്ടൻ എന്നോടുള്ള ഇഷ്ടം പറയാനല്ലേ അമ്പലത്തിലേക്ക് പോയത്? എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതായിരിക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോഴേക്കും രേഖയും കൂട്ടി വരുൺ ഗീതുവിന്റെ മുൻപിലേക്ക് ചെല്ലുക. ഗീതു, സങ്കടപ്പെടണ്ട,
ഒരിക്കലും ഇനി നിന്റെ രേഖേച്ചിയെ ഞാൻ വിഷമിപ്പിക്കില്ല. രേഖേച്ചിയെ എൻ്റെ സ്വന്തം, രേഖേച്ചിയുടെ കണ്ണ് നിറയാതെ നോക്കേണ്ടത് ഇനി ഇത് എൻ്റെ കടമയാ, എൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കണം. അത് കേട്ടതും സന്തോഷമായി രേഖേച്ചി, ഒരുപാട് സന്തോഷമായി. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നിട്ട് വരുണിനെ തുറച്ചു നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.